നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്തൊരു ഫീച്ചറുണ്ട്. അധികം ആളുകൾക്ക് അറിയാത്തൊരു ഫീച്ചറാണ്. ഞാൻ കാണിച്ചുതരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഏതാണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന ഫീച്ചർ, നമ്മൾ സാധാരണ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ മെമ്പർമാരാകാറുണ്ട്. മെമ്പർമാരാകുമ്പം ആ ഗ്രൂപ്പിൽ നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് മെമ്പറായതെന്നുള്ളത് പലപ്പോഴും ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കുട്ടിയുടെ ഒരു സ്കൂൾ ഗ്രൂപ്പിൽ നിങ്ങളുണ്ട്, നിങ്ങൾ രക്ഷിതാവായിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിനകത്തുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആ കുട്ടിയുടെ രക്ഷിതാവാണ് എന്ന് മറ്റു രക്ഷിതാക്കൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഞാനൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടൊരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഗ്രൂപ്പിൻ്റെ ഏറ്റവും മുകളിൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഫോട്ടോ പ്രൊഫൈൽ കാണും, പേര് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. കുറച്ച് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം യു എന്ന പേരിലായിരിക്കും നമ്മുടെ നമ്പർ കാണിക്കുക. അപ്പോൾ നമ്മൾ നമ്പർ എന്തെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേരായിരിക്കും കാണിക്കുക. ഇവിടെ നമ്മൾ യു എന്ന് കാണുന്നതിന് നേരെ താഴെ, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പ്, നിങ്ങൾ ഏത് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്താലും ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുപോലെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ കാണുന്നതിന് നേരെ താഴെ ആഡ് മെമ്പർ ടാഗ് എന്നുള്ളൊരു ഒരു ഗ്രീൻ ബട്ടൺ കാണാൻ സാധിക്കും. ഈ ആഡ് മെമ്പർ ടാഗ് എന്നുള്ള ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ കുട്ടിയുടെ സ്കൂളിലെ ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ക്ലാസ്സിലെ ഗ്രൂപ്പാണ്. നിങ്ങൾ പേരൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെ പേരൻസ് ആണെന്ന്, അപ്പോൾ ആ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആരുടെ പേരൻസ് ആണെന്ന് ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. നിങ്ങൾ ഇന്ന കുട്ടിയുടെ പിതാവാണ് എന്ന് നിങ്ങൾ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം നമ്മുടെ നമ്പറിലുള്ള പേരും അതിൻ്റെ കുട്ടിയുടെ പിതാവാണെന്നുള്ളത് നമ്മൾ എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഇവിടെ താഴെ കാണാൻ സാധിക്കും. നമ്മുടെ പേര് നേരെ താഴെ. കുട്ടികളുടെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ഇന്ന കുട്ടിയുടെ പിതാവാണ്, ആ കുട്ടിയുടെ പേര്, നിങ്ങളുടെ കുട്ടിയുടെ പേര് ചെയ്താൽ അതിനുശേഷം കുട്ടിയുടെ പിതാവാണെന്ന് രേഖപ്പെടുത്തി കൊടുത്താൽ ആ ഗ്രൂപ്പിലുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ സമയത്ത്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആളുകൾ ഓരോ നമ്പർ ചെക്ക് ചെയ്യുമ്പം ഇതിൻ്റെ കുട്ടിയുടെ പിതാവാണ് എന്ന് ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു കമ്പനിയുടെ ഗ്രൂപ്പാണ്. കമ്പനിയുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഏത് പൊസിഷനിലാണ് ആ കമ്പനിയിലുള്ളതെന്ന് വേണമെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളൊരു മാനേജറാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ HR ആണ്. നിങ്ങൾ ഏതാണോ നിങ്ങളുടെ പൊസിഷൻ, ആ പൊസിഷൻ നിങ്ങൾക്ക് അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കമ്പനി ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനും നിങ്ങൾ ആരാണ് ഈ കമ്പനിയുടെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കമ്പനിയിലെ എന്ത് പൊസിഷനാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ വളരെ വേഗത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ നിങ്ങൾ ക്ലബ്ബിലാണെങ്കിലും ഏത് രീതിയിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആരാണ് എന്ന് ആ ഗ്രൂപ്പിനകത്ത് ഇതുപോലെ ഈ ഒരു ആഡ് മെമ്പർ ടാഗ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള മെമ്പർമാർക്ക് നിങ്ങളെ ആരാണെന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വാട്സപ്പ് കൊണ്ടുവന്ന വളരെ നല്ലൊരു ഫീച്ചറാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പുകളിലൊക്കെ രക്ഷിതാവിനെ പെട്ടെന്ന് മനസ്സിലാകാനും എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ മനസ്സിലാക്കി അറിയിക്കാനൊക്കെ പറ്റും. മാത്രമല്ല നമുക്കതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ആരുടെ കുട്ടിയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പരിചയമില്ലാത്ത ആളുകൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ അത്തരത്തിൽ ചെയ്തു വെക്കാൻ സാധിക്കും. ഇത് വാട്സപ്പിനകത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്ന ഫീച്ചറിനെ കുറിച്ച് അധികം ആളുകൾക്കും വലിയ ധാരണയില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.